ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. TG റോബിൻ്റെ വണ്ടിയിൽ ടയർ പൊട്ടിട്ടുണ്ട്. TG ഓൾറെഡി MRC സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും റേഞ്ചിലോട്ട് ആ ഒരു വൺ ഫയറിങ് വരാനുള്ള ചാൻസ് കുറവാണ്. MRCയുടെ ആൾക്കാരെ ഇറങ്ങി എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇവിടം വരെ എത്തുമെന്നുള്ളത്. TG ഇവിടെ സേഫായിട്ട് ആണ് നിൽക്കുന്നത് ആ ഗൺ ഫയറിൽ നിന്ന്. കാരണം അത്രയും ലോങ് റേഞ്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. MRC ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സും ആ ഒരു 967 റിഡ്ജിൻ്റെ മേളിലായിട്ടുണ്ട്. TG റോബ് ലൂസി ഇവിടെ വണ്ടിക്ക് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് TG ഈസ് പ്ലാനിങ്. TG പോയി ഒറ്റയടിക്കുമ്പോൾ കുത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. കയറി പോകുന്നുണ്ട് അവർ ഒറ്റയടിക്ക് കയറി വരുന്ന രംഗമാണ് കാണുന്നത്. TG ലൂസിക്ക് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. മാധവനുണ്ട്. TG ജോളക് സ്പീക്കർ എടുത്തിരിക്കുന്നു. TG ഇവിടെ കുത്തിച്ച് ഇറങ്ങിയിരിക്കുന്നു. TG ഇവിടെ കുതിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതിലും ഒരു ഫൈറ്റ് നടക്കുന്നു. സാംസിലേക്ക് ഒരാൾ ഡൗൺ ആയിരിക്കുന്നു. ഫ്ലിപ്പ് ഒരാൾ എടുത്തിരിക്കുന്നു. ചരണ്ടിയസിന് ഫ്ലിപ്പ് എടുത്തിരിക്കുന്നു. അലക്സ് ഡെവോ TG ബ്രോക്കൺ എടുത്തിരിക്കുന്നു. ജിൻചക്കായി ജോസൂട്ടിയുടെ ഒരു പിക്ക് വരുന്നു. സാംസിലേക്കിന് മറ്റൊരു പിക്ക്. അലക്സിന്റെ അടുത്ത പിക്ക് വരുന്നുണ്ട്. TG വിസം ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവിടെ ഫുൾ ഓടി കേട്ടോ. ഈ മരത്തിന് ചുറ്റും ഓടി റൊട്ടേറ്റ് ചെയ്തെന്ന് അടിക്കുന്നു. കൊമ്പൻ അവിടെ ജോഷുവിനെ എടുത്തിരിക്കുന്നു. ബ്രസീലിയൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. റഷ്യൻ സ്പീഡോടെ ഒരു പിക്ക് വരുന്നുണ്ട്. എസ്റ്റേനെ ഡൗൺ ആക്കി ബുള്ളോപ്പ് ഒരു ബാക്ക് ഫ്ലാങ്ക് അടിച്ച് ഫ്ലിപ്പിനെ അടിക്കുന്നുണ്ട്. ഫ്ലഫിയുടെ ഒരു പിക്ക് വരുന്നു. അലക്സിന്റെ മറ്റൊരു പിക്ക്. ഫ്ലഫിയുടെ ഒരു പിക്ക് വരുന്നു. TJ ഖലീലിന്റെ ഒരു പിക്ക്. ഫ്ലഫിയുടെ ഒരു പിക്ക്. അടുത്ത പിക്ക് ഫ്ലഫിയുടെ വരുന്നുണ്ട്. ജിൻസൊക്കെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ബുള്ളോപ്പി സേവിയറിനെ ഡൗൺ ആക്കുന്നു. TJ ജോസൂട്ടി അഖിൽ ജോഡിന്റെ ഇടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. 4 പേരെ ഷൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. കൊമ്പൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സാംസങ്ങിനെ കൊമ്പൻ എടുത്തിരിക്കുന്നു. രാവു ഒരാളെ ഡൗൺ ആക്കിയിരിക്കുന്നു. ഫ്ലഫി ലാസ്റ്റ് നിൽക്കുന്ന ആരാണുള്ളത്? ഇനായത്ത് കൊമ്പനും കൂടെ നിന്ന് ഫയർ ചെയ്യാൻ വേണ്ടി. ഇനായത്ത് എത്ര പേരാണ്? ഇനായത്ത് അവിടെ പിക്ക് എടുത്തിട്ടുണ്ട്. എന്റെ അരിക്കൊമ്പനെ അരി കിട്ടിയില്ലേ? എന്റെ അരിക്കൊമ്പനെ അരി കിട്ടിയില്ലേ? മേളിൽ അടിക്കുന്നു. അരി കിട്ടിയില്ലടാ. എടാ അരിക്കൊമ്പന് അരി കിട്ടിയില്ല. അല്ല പ്രീവാറല്ലേ ഇത്? എന്തിനാ ജിആർ പഠിക്കുന്നത്? MRC ഓ MRC മാത്രം കേട്ട ജിആർ പഠിക്കാൻ മാത്രമേ കേട്ടുള്ളൂ. ഈ പിങ്ങിൽ ഇവിടെ കൊണ്ടുവന്നിടണം താഴത്ത്. അയ്യോ എന്തൊക്കെ കൊടയടിയായിരുന്നു. നിങ്ങളൊക്കെ കോണ. നീയൊക്കെ കുറച്ചുകൂടെ മൂക്കണം കേട്ടാ. അതിന് ഈ ചെറുതൊന്നും കുറച്ചുകൂടെ വലുത് പിടിക്കണം. ഡൊമിനിക്ക് ഈ ലൈനെ പോലെ ഡൊമിനിക്ക് നിന്നെ അടിക്കേ. മനസ്സിലായോ ഡൊമിനിക്ക്? ഒന്ന് ടൈം ഔട്ട് അടിച്ചോടാ. ഞാൻ സുൽത്താൻ ഇല്ലാതെ ഊമ്പിയില്ലേ? സുൽത്താൻ ഇല്ലാതെ കിടക്കുന്ന കടത്ത കണ്ടാ നീയല്ലോ. കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ നിന്റെ TGയുടെ ഗ്യാങ് ഹൗസ് അവിടെ ഇടിഞ്ഞു വീണാനെ കേട്ടാ. കണ്ടികളെ അവന് സുൽത്താൻ ഇല്ലാത്തോണ്ട് അവന് ഇറങ്ങുള്ള. ജോസു അടുത്ത പൂരത്തിന് നീ ഇറങ്ങും. അരിക്കൊമ്പനെ കൊമ്പാച്ച എടാ CBSE ഉണ്ടല്ലോ. ഇവിടെ ഒരു CBSE ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോടാ നീ തൽക്കാലം 2 ഫയൽ ഒമാർക്ക് കൊടുക്കടാ. ഒമാർക്ക് കൈവില്ലാത്തവർക്ക് കൊടുക്കടാ. ഒരു മിനിറ്റ് പറയട്ടെ. TG
ഇല്ല ബാക്ക്ഗ്രൗണ്ടില് ലൈവ് തൽസെല്ലാം ഓണാക്കി വെച്ചിട്ട് അല്ലടാ ഇവന്മാര് അടാ അല്ലേ അല്ലല്ല ശരിക്കും സംഭവം അറിയാ ഇന്ന് ദില്ലു സയാൻ ഇറക്കിയില്ല തോന്ന് കുറുപ്പ് ഐജിയിലെ കിട്ടിയില്ല അതാ സംഭവം കുഴപ്പമില്ലടാ ഇന്നെന്താ വീഡിയോ ഇല്ലായിരുന്നാ ഇന്ന് ഇനീഷ്യലി 4 കയറ്റി എന്താ കേട്ടില്ലടാ? ഇല്ല. ഏതാ ടി വി അവര് പ്രീവാർ അടിക്കാൻ പോയതല്ലേ എന്ത് നോക്കാൻ ലീഡർ വിളിച്ചിട്ട് ഇന്ന് അല്ല അവരുടെ ലീഡർ മറ്റേ ആശാൻ വിളിച്ചിട്ട് പ്രീവാർ അടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആ 2:30 വരെ അടിക്കാന്ന് പറഞ്ഞ് വിട്ടേന്നല്ലോ. ഒരു മിനിറ്റ് പ്രീവാർ ചോദിച്ച പ്രീവാറിനെ പറ്റി അവർ ആശാൻ ചോദിച്ചത് വാറിന്റെ സംഭവത്തെ പറ്റി സിറ്റിസണത്തിനാണ് ചാറ്റ് ഇടുന്നത്. ചാറ്റ് ആരുമുണ്ടല്ലേ ചാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണം നോക്കാം. ഒരു ഗ്യാങ്ങിനെയോ ആരെയോ ഷെയിം ചെയ്യാൻ വേണ്ടി ചാറ്റ് ഇടണ്ട, ടൈം ഔട്ട് തന്നു വിടും. ഓൾറെഡി മോഡറേറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തെറുപടിയും കാര്യങ്ങളൊന്നും വേണ്ട, ഞാനുമായിട്ടിരുന്ന് കാണുക. ഒരു ഹെലി ഉണ്ടായിരുന്നല്ലോ, ഹെലി ഇതാണ് ഇത് മറ്റേ പിടിയാനേന്ന് സൗണ്ട് ബോർഡ് പറ്റുന്നില്ല. സൗണ്ട് ബോർഡ് ഇടാൻ പറ്റില്ല. അടുത്ത് ചോദിച്ചോ ഇറങ്ങിയിട്ടെന്തിനാ ഇവിടെ നിക്കണ 8-10 ഇപ്പോഴും നിക്കണ ബാക്കി ടെമ്പററി സസ്പെൻഡ്. അല്ലടാ അതല്ല എന്റെ കൊമ്പാച്ചിരിക്കുന്ന അവസ്ഥ വന്നല്ലോ കൊമ്പാച്ച, സങ്കടമുണ്ട്. അയ്യോ സോറി മൈ ബാഡ്. പ്രീവർ ആണ് ബ്രോ ഇപ്പൊ കഴിഞ്ഞ പ്രീവർ കഴിഞ്ഞ ലൈക്ക് ചെയ്യാൻ തുറക്കുന്ന ലൈക്ക് ചെയ്യുക, സബ്ബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എന്റെ ഡൊമിനിക്ക് എവിടാ? എടാ ഞാൻ പറഞ്ഞില്ലേ ഇനി ചെപ്പോ ഇനി അടുത്ത ആഴ്ച ഇതേ ലൈനപ്പ് അല്ലെ വേറെ ലൈനപ്പ് നിന്റെ അടിക്കും എന്തായാലും. പക്ഷേ കൊമ്പൻ തലയെ കൂടെ ചട്ടിയിട്ടാ പോലെ നീ ബെയ്റ്റ് കൊണ്ടാണ് കളിക്കണേ ഞാൻ കണ്ടുപിടിക്കും. അല്ലല്ല ശിവു വെയിറ്റ് ആക്കെ, എനിക്ക് ഈ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് അത് റിക്രൂട്ട് ഒന്നും എടുക്കൂല ഇവര്. കളിച്ചിട്ടൊരു മക്കളുണ്ട്, അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഭയങ്കര കാണുന്നില്ല. ഡൊമിനിക് എന്താ ലൈനപ്പിലില്ലേ? ഡൊമിനിക്ക് ലൈനപ്പിലില്ലേ? ആ ഇതന്നെ ഇവിടെ കുറച്ചൊരു കത്തിപ്പോണോ, നോട്ട് ചെയ്യൂ. സ്പൈ കാണുന്നുണ്ടായിരുന്നു 3 പേര് കത്തിപ്പോട്ടോ. റോബ് കുഞ്ഞു 5-ാം കാല് കത്തിപ്പോയാൽ 5-ാം കാല് ഗണ്ണില്ലാന്ന് തോന്നുന്നു.
ഇവർക്ക് പറ്റുന്ന വല്ല ഞാൻ പറയട്ടെ ഇത് അയ്യോ ജോലി കൊമ്പന് ഒരുമിച്ച് നിന്റെ ഞാൻ തൃശ്ശൂർ വരെ നടത്തിന് കേട്ടോ ഇനി നടത്തും നിന്റെ താളം കൊച്ചുണ്ണി ഇല്ലീഗല് കൊണ്ടുവരും പറഞ്ഞാ കൊണ്ടുവരും മനസ്സിലാടാ കൊച്ചു മണ്ണാളെ. ഞാൻ പറയട്ടെ ഇത് ഒന്നും പറയുന്നില്ല 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊമ്പത്ത് തൂറാൻ എടുത്തു എടാ ഒന്ന് സൈലന്റ് ആവടാ മിണ്ടാണ്ടിരിക്കും ജോഷു എല്ലാരും മിണ്ടാണ്ടിരിക്കും. ജോസൂട്ടി ജോസൂട്ടി ഇവരെ എതിരിട്ടോ ഇവർക്ക് ഞാൻ പറഞ്ഞേ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് നമ്മള് പേരും പറഞ്ഞല്ലേ പ്ലെയർ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ല റാമ്പയുടെ സൗണ്ട് കേൾക്കുന്നില്ല സൗണ്ട് കുറഞ്ഞെന്ന് തുടങ്ങും. ഭയങ്കര കുറവാണ്. ഇതിൽ എങ്ങനെയാണ് മൈക്കിന്റെ സൗണ്ട് എങ്ങനെ കൂട്ടണം? ശബ്ദം ഒന്നിങ്ങോട്ടൊന്ന് അയ്യോ ഇപ്പൊ എന്നെ വേണ്ടാടാ നിനക്ക് കൊമ്പന്റെ പാട്ട് പാടാൻ എന്ത് കളിയാ പോട്ടറ കുഴപ്പമില്ല. പട്ടികള് എടാ സീൽഡർ എടാ കിച്ചോടെ പോയി എന്റെ ഭാഷേനെ എന്താ പറഞ്ഞ ഡിറ്റക്ഷൻ മോനെ കിച്ചു നീ വേണ്ടാടാ എടി അൽക്കൂട്ടത്തിൽ നീ ഉണ്ടാടാ മോനെ കിച്ചു നീ കൊണക്കല്ലേ മനസ്സിലായ കുറിപ്പാണ് പറയണത് നീ കൊണക്കാൻ പറയുമ്പോ നീ ആറടുത്തൊക്കെയാണ് നിന്ന് കൊണക്കാൻ പറഞ്ഞ നീ ആലോചിക്കണം കിച്ചു മനസ്സിലായ നീ അല്ലല്ല ഇത് എനിക്ക് തോന്നുന്നെന്താ ഇത് ഈ കളി ചിലപ്പോ ഇത്രയും കാറ് കിടക്കുന്നുണ്ടാവും അറിയത്തില്ല കത്തിപ്പോണ്ട് നീ അതുകൊണ്ടാ തോന്നി കുറിപ്പ് എന്താ കുറിപ്പ് കോൾ എടുക്കണ്ടേ കുറിപ്പ് കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെ ചാമ്പണ്ടേ പറ മോശമായി പോയി എന്തൊരു ചാമ്പലാണ് കിട്ടിയില്ല ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അവർക്ക്. പെട്ടെന്ന് വണ്ടി എടുത്തു വാടാ ഭാഷയെ ഭാഷ വരുന്നുണ്ട് നിനക്കൊക്കെ അടുത്ത തരെ ലോക ശുക്ലങ്ങളെ അതിനൊന്നുമില്ല ശുക്ലത്തിന് പോലും വിലയുണ്ട് ഇത് എങ്ങനെയോ മറ്റേ ടെസ്റ്റ് ട്യൂബിലെങ്ങാണ്ടാണ് കൊച്ചണ്ടി കൊമ്പാച്ചൻ എടാ ചുമ്മാ ഇല്ലാത്ത സാധനം ഒന്നും പറയല്ലേ കൊമ്പനതൊന്നും ഇല്ല അത് ചുമ്മാരിടെ ഷേക്ക് അങ്ങോട്ട് ഒരു കസേര ഇട്ട് ഇവിടെ ഇരുന്നു ഷേക്ക് മാരടിയിലൊക്കെ എന്തിനാ കസാലിട്ട് ഇരുന്ന് മാസാവേണ്ട ആവശ്യമൊന്നുമില്ലടാ. ഷേക്ക് കസേര ഇട്ട് ഇരുന്നായിരുന്നു വെറുതെ CBCയുടെ മൊണ്ണൻ നിന്റെ മാമൻ സോറി ബ്രോ കമ്പനിക്കല്ലേ ബ്രോ എന്താന്ന് പേര് കൊമ്പനെന്നാണോ കൊമ്പനെന്താ മുടി മാറ്റി ഇറങ്ങിയാണോ പരിവാറിന് മാറിയാണ് കരിമിനെ സോറി ബ്രോ ട്രിഗറിലാണ് മാമ സോറി ടിക്കറ്റ് വിളക്കല്ല മാമനെ വിളിച്ചെന്നൊക്കെ അവരെ ടിക്കറ്റ് വിളിക്കും എന്റെ മാമനെ പറഞ്ഞത് ആരി ഇതാണോടാ ഈ കണ്ടി ഹലോ ബ്രോ ഹലോ ഇത് ഹെൽപ്പ് പോയായിരുന്നു ഇവിടുത്തെ MRC ചാറ്റ് ഹെൽപ്പ് ഇട്ടേക്കുന്നത് പറഞ്ഞ അവര് സംസാരിച്ചിട്ടുണ്ട്. അതായത് കത്തി പ്ലേയേഴ്സ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അവരുടെ സൈഡിൽ നിന്ന് ഒരാൾ കത്തിപ്പോയിട്ടുണ്ട് മാക്ക് കത്തിപ്പോയിട്ടുണ്ട് മാക്കല്ല ബ്രോ ഹലോ അടിച്ച് ജ്യൂസുകളൊക്കെ ആയിട്ട് ജ്യൂസ് ആണോ വന്നേ നിനക്ക് ഏതാ രാജു എല്ലാം ഓക്കെ ഓക്കെ കേട്ടാ അറിയാണ്ട ഇപ്പതാ വാവേ പാവം ഇപ്പൊ സിറ്റിയിൽ എന്താ വിലയെന്നറിയാമോ? ഈ
രാജുഭായിക്ക് ഇത്തിരി കുഴപ്പം കൂടുതലാണ്. സോറി ഇത്തിരി മാസമാണ്. കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി. മറ്റേ ഡയലോഗ് പറയിപ്പിച്ച വയ്യാട അവളെ കൊണ്ട്. അതേ മറ്റേ മച്ചാനെ കിട്ടി. അല്ലല്ല ഇത് മാക്കാണിത്. എടാ നമുക്ക് അല്ല മറ്റേ സാധനം ഇട്ടാലോ? അത് പെണ്ണ് കേസിലെല്ലാം ചോദിക്കാൻ വന്നത് 20 വാടക വീട് കിടക്കുന്ന പറഞ്ഞാലോ? സേഫ് ആക്കിയതാണോ? ഭയങ്കര സേഫ്. അലക്സ് ഒന്ന് ഗോഡിനെ വിളിച്ച് ഞാൻ സ്റ്റക്കാണ്. ഭയങ്കര ഹെൽപ്പാണ്. എന്നെ നീ കില്ല് ചെയ്തിട്ട് എടുത്തു തരാൻ പറ. ഞാൻ കണ്ടായിരുന്നു, മനസ്സിലായി. അവിടെ നിന്റെ അടി അത് കുഴപ്പമില്ല. ഇപ്പൊ കിടക്കുന്ന കണ്ടില്ലേ? ഇനി ഒരു വാരം കഴിഞ്ഞ് എന്തായാലും ഒരു ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ചാവുന്നേ? മനസ്സിലായി. ഇത് ഞാൻ 3 ദിവസം കഴിഞ്ഞ് വാറ തോറ്റാലും ജയിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ? നിന്നെ 3 ദിവസം കൊണ്ടുവരും ഗ്യാങ് ഹൗസ്. എന്താ കേട്ടില്ല അലക്സ്? സ്പൈ ആണ് റീലോഗ് കൊടുത്തിട്ടുണ്ട്. അമ്മമാരോട് പറയുന്ന കേട്ടായിരുന്നു. നമുക്കത് കാണിക്കാൻ അറിയാം. അത് വിളിച്ചിരുത്തി. ഇതായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. ഇങ്ങനെ ഇവ എങ്ങനെ പൊന്തി? ഇവനാണ് ആദ്യം ചത്തപ്പോ. ഇതാണ് വലിയ അണ്ണൻ. വലിയ ആളാണ്. അയ്യോ ഇതാരുടെ ഭാഷ? ഇതാണ് കിച്ചു. കിച്ചു ഞാൻ നിന്നോട് ഒന്നുകൂടെ പറയാം, മനസ്സിലായ? നീ അടങ്ങിക്കോ, അതാണ് നിനക്ക് നല്ലത്, മനസ്സിലായ? നീ കണ്ടവന്മാരുടെ മറ്റേ തൊലിയും പിടിച്ചോണ്ട് ഇവൻ എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാ. ഇവൻ എന്നെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എടാ പോന്ന് നെഞ്ചത്ത് ചവിട്ടിക്കോട്ടെ. കത്തിക്കില്ല ഒന്ന് നെഞ്ചത്ത് ചവിട്ടിരുന്നോട്ടെ. എല്ലാരും കത്തി. അത് മറ്റേ ഡൊമിനിക് ഒഴിച്ച് ബാക്കി എല്ലാരും കത്തി. റാവു ഡൊമിനിക് കൊമ്പൻ പിന്നെ ബ്രോക്കൺ 4 പ്ലേസിനെ എടുക്കണ്ട. ആ മാക്കിന് റീലോ മേടിച്ചെടുക്കാം. മണ്ണിന്റെ അടി പൊട്ടോണ്ടിരിക്കുന്നു. മാക്കിനോട് ഇറങ്ങി ഒരു റീലോ കൊടുത്തല്ലേ, ഇറങ്ങി കയറാൻ പറയാൻ പറഞ്ഞു. വേറെ സമയത്തിന് അടിക്കാം നമ്മളാര്. കൊണ്ടുപോടാ കൊട്ടു ഡൊമിനിക്കിനെ കത്തിച്ചായിരുന്നോ? ഡൊമിനിക്കിന് ഡൊമിനിക് ഇല്ല മറ്റേ കൊമ്പൻ. അയ്യോ കാല് കത്തിയേ. ഈ ബ്രോക്കണ കത്തിച്ചോ? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത്രയും നാൾ നമ്മളെ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ നോക്കിയത് എന്നും പറഞ്ഞ് വേറൊരു കുടുംബത്തിൽ കയറിയിട്ട് തന്തയെ മാറ്റി പറയല്, മനസ്സിലായ? കുടുംബത്തിലൊന്നും ആ കുടുംബത്തിലുള്ളവർക്ക് കുറച്ചൊരു കൂറ് വേണം. അത്രേ പറയാനുള്ളൂ. അത് വേറെ എന്നിട്ട് മാറ്റി പറയല്ലേ, അത്രേ ഉള്ളൂ. വേറൊന്നും പറയില്ല. വിചാരിച്ച പോലെ കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നീ കൊണ്ടുപോയത് ഭാഷനാണ്, മനസ്സിലായ? ദിഗോഡിനെ
പണ്ണു നിനേരാ മനസ്സിലായ അല്ല കുറുപ്പേ ഇവരൊക്കെ എന്ന് വന്നത് കുറുപ്പേ ഇവിടെ അല്ല ഭാഷേ പണ്ട് എന്നെ കിട്ടിയപ്പോഴും നിന്നെ കിട്ടിയപ്പോഴും മറ്റേ പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടി. അയ്യോ കുറുപ്പാ ഭാഷയാ അയ്യോ അന്നല്ലേ കിട്ടി. ഇതായിരുന്നു വിമാറുടെ ബഹളം. കത്തിക്കല്ലേ വെടിവെക്കല്ലേ അയ്യോ KVP MS-13 ഉണ്ട് ഇവിടെ നോക്കുന്നുണ്ടോ? ഞാൻ അത് നോക്കാന്നോ? നീ എക്സൽ അങ്ങോട്ട് പോയി ഞാൻ അത് കത്തിച്ചിട്ട് ഓക്കെ